വാടക കുടിശ്ശികയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ആലുവയിൽ കെട്ടിടമുടമയെ മർദ്ദിച്ചതായി പരാതി. ഉളിയന്നൂർ സ്വദേശിനി ഹൈറുന്നീസയെ വാടകക്കാരൻ മർദ്ദിച്ചെന്നാണ് കേസ്. എന്നാൽ കെട്ടിട ഉടമ ആളുകളെ വിട്ട് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് വാടകക്കാരനും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഇരുഭാഗത്തിന്റെയും പരാതികളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആലുവ ഉളിയന്നൂർ സ്വദേശിനിയായ ഹൈറുന്നീസയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണിത്. വർഷങ്ങൾക്ക് മുൻപാണ് ഇടുക്കി സ്വദേശിയായ വ്യക്തി ഇവിടെ വർക്ക്ഷോപ്പ് നടത്താനായി ഈ കെട്ടിടം വാടകയ്ക്കെടുത്തത്. എന്നാൽ പിന്നീട് വാടക കൃത്യമായി ലഭിക്കാത്തതിനെ തുടർന്ന് കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് ഹൈറുന്നീസ ആവശ്യപ്പെട്ടതോടെയാണ് ഇരുവർക്കുമിടയിൽ തർക്കം ആരംഭിക്കുന്നത്. ഹൈറുന്നീസയുടെ കുടുംബത്തിന്റെ പ്രധാന ഉപജീവന മാർഗമായിരുന്നു ഈ കെട്ടിടത്തിൽ നിന്നുള്ള വാടക. തുടർന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും ഇതിൽ ഇടപെടുകയും പിന്നീട് പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് 2 തവണയായി വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരൻ വാടക നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും വാടക നൽകാത്തതിനെ തുടർന്ന് കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെട്ടതിനു ശേഷം അനധികൃതമായി വർക്ക്ഷോപ്പിൽ പ്രവേശിച്ച് സാധനങ്ങൾ മാറ്റാൻ ശ്രമിച്ച വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരൻ തങ്ങളെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് ഹൈറുന്നീസയുടെ പരാതി. വാടക തരാതെ ഇപ്പൊ സ്ഥലം മെമ്പർ ഇടപെട്ടു. എന്താണ് അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം അല്ലെ, നീ എന്താണ് വാടക കൊടുക്കാത്തന്ന് പുറത്ത് നിന്ന് ചോദിച്ചതിന് 6 അംഗ സംഘത്തിനെ പറഞ്ഞു വിട്ട് വീട് ഒഴിപ്പിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തു. 2 മാസത്തെ വാടക പോലീസ് ഇടപെട്ടാണ് വാങ്ങി തന്നത്. അപ്പൊ ആ 2 മാസത്തെ വാടക കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും ഒഴിപ്പിക്കാൻ ശ്രമിച്ചു, 6 അംഗ സംഘത്തെ വിട്ട് ഒഴിപ്പിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് FIR വെച്ചിട്ട് സിവിൽ കേസ് ഫയൽ ചെയ്തു. പോലീസിന് അത് കള്ളക്കേസാണെന്ന് മനസ്സിലായിരുന്നു. അവര് പിന്നെ FIR ഇട്ടെങ്കിലും അതിന്റെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളുടെ സാധനങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത്. അപ്പോഴാണ് ആള് ദേഹോപദ്രവം ചെയ്യുകയും അനാവശ്യമായി ഒരുപാട് അനാവശ്യ വേർഡ്സ് ഒക്കെ പറയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ എനിക്ക് ദേഹാസ്വസ്ഥയൊക്കെ തോന്നിയുകൊണ്ട് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതാണ്. എന്നാൽ കെട്ടിട ഉടമ ആളുകളെ വിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ ഇവർ എടുത്തുകൊണ്ടു പോയെന്നുമാണ് വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരൻ ആരോപിക്കുന്നത്. നിലവിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല. ഇരുപക്ഷത്തിന്റെയും പരാതികളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലുവ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.